ഈ സ്വഭാവം ആരിലൊക്കെയുണ്ടോ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടെ ഓർക്കേണ്ടതാണ്. ആരിലൊക്കെ ഈ സ്വഭാവം ഉണ്ടോ അല്ലാഹു തആല അത് വളരെ ഗൗരവത്തോടെയാ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനം കേട്ടോളൂ. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മൻ സറഹു അൻ യസ്തജീബല്ലാഹു ലഹു ഇൻദ അശ്ശദാഇദി വൽ ഖുറബി ഫൽയുക്സിരി ദുആഅ ഫിർറഖാ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടും വിഷമങ്ങളും ബാധിക്കുന്ന നേരത്ത് അല്ലാഹുവിനോട് ചോദിക്കുമ്പോ അവൻ ഉത്തരം തരണം എന്നത് സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അവൻ എന്തു ചെയ്യണം? ഫൽയുക്സിരി ദുആഅ ഫിർറഖാ. അവന്റെ ക്ഷേമഘട്ടത്തിൽ അവൻ പ്രാർത്ഥന അധികരിപ്പിക്കട്ടെ. നമ്മൾ കുടുങ്ങുമ്പോ അള്ളാഹ് ഉത്തരം ചെയ്യണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? എങ്കിൽ നല്ല സന്തോഷവും സമാധാനമൊക്കെ ഉള്ള നേരത്ത് ദുആ അധികരിപ്പിക്കണം. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ഒരു ഭീമാകാരനായ മത്സ്യം വന്നുകൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അപ്പാട് വിഴുങ്ങിക്കളഞ്ഞു. ആ സമയത്ത് ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇരുട്ടിനുമേൽ ഇരുട്ടുള്ള അന്ധകാരത്തിന്റെ ആ ഇരുട്ടറയിൽ കിടന്നുകൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ആ ദുആയിനെ സംബന്ധിച്ചും യൂനുസ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടതിനെ സംബന്ധിച്ചും ഖുർആൻ പറയുന്നിടത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസിനെ നാം രക്ഷപ്പെടുത്താൻ എന്താണ് കാരണമെന്നോ അല്ലാഹ് പറയുകയാണ്. പണ്ട് തന്നെ മുമ്പ് തന്നെ യൂനുസിനൊരു സ്വഭാവമുണ്ടായിരുന്നു. നല്ല സന്തോഷമുള്ള കാലത്തും സമാധാനമുള്ള കാലത്തും യൂനുസ് എന്നെ മറക്കാത്ത ആളാണ്. അങ്ങനെ മുമ്പേ എന്നെ ധാരാളമായി വാഴ്ത്തുകയും എന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന സ്വഭാവം യൂനുസിന് ഇല്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി, ആ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ യൂനുസ് കിടക്കേണ്ടി വരുമായിരുന്നു. ഇലാ യൗമി യുബഅസൂൻ, മനുഷ്യരെല്ലാം രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന പരലോക നാള് വരെ.